2024 അവസാനിക്കുന്നതിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. ആദ്യമേ തന്നെ നമ്മുടെ ചാനലിന് നല്ല സപ്പോർട്ട് നൽകി കൂടെ നിന്ന യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ 2024 ഏത് രീതിയിലാണ് മാറ്റങ്ങൾ വരുത്തിയത്, എന്തൊക്കെ വികസനങ്ങളാണ്, എന്തൊക്കെ ഏറ്റെടുക്കലുകളാണ് 2024 ഇന്ത്യക്ക് ഉണ്ടായത്, ഈ വർഷം എന്തൊക്കെ നേട്ടങ്ങളാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയത് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. നമുക്കറിയാം 2024 ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങളാണ് ഇന്ത്യ നടത്തിയത്. 2024 മാർച്ച് 28-നായിരുന്നു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ LCA തേജസ് മാർക്ക് 1A ആദ്യ പരീക്ഷണ പറക്കൽ ഇന്ത്യ നടത്തിയത്. ഈ വിമാനം ഇന്ത്യൻ വ്യോമസേനയിലെ പഴയ മിഗ് യുദ്ധവിമാനങ്ങൾക്ക് പകരമായി രൂപകൽപ്പന ചെയ്തതാണ്. കൂടാതെ അത്യാധുനിക റഡാറും യുദ്ധ സംവിധാനങ്ങളും കൊണ്ടാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. 36,468 കോടി രൂപയുടെ ഇടപാടിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ഏകദേശം 83 യൂണിറ്റുകൾക്ക് ഓർഡർ നൽകിയിട്ടുമുണ്ട്. രണ്ടാമത്തെ ഇന്ത്യയുടെ നേട്ടമായിരുന്നു 2024 ഓഗസ്റ്റ് 29-ന് അരിഹന്ത് ക്ലാസ് ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ INS അരിഘട്ട് ഇന്ത്യ കമ്മീഷൻ ചെയ്തു. ഈ കൂട്ടിച്ചേർക്കൽ ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷികളെ ശക്തിപ്പെടുത്തുകയും മേഖലയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 2024 മാർച്ചിലായിരുന്നു അഗ്നി 5 ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അഥവാ MIRV ആദ്യ ഫ്ലൈറ്റ് പരീക്ഷണം ഇന്ത്യ വിജയകരമായി നടത്തിയത്. പ്രതിരോധ ഗവേഷണ വികസന ഓർഗനൈസേഷൻ വർഷങ്ങളായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന MIRV സാങ്കേതിക വിദ്യയുടെ വിജയകരമായ ഒരു പരീക്ഷണമായിരുന്നു അത്. നമ്മുടെ ഇന്ത്യയിലെ DRDOയിലെ ശാസ്ത്രജ്ഞന്മാർ നിരവധി വർഷങ്ങളായി ഒന്നിലധികം സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന റീ എൻട്രി വെഹിക്കിൾസിന്റെ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അഗ്നി 5 പോലുള്ള ഒരു മിസൈലിന് ഒന്നിലധികം പോർമുനകൾ വഹിക്കാനും സ്വതന്ത്രമായി സ്ഥലങ്ങൾ ലക്ഷ്യമിടാനും ഈ സാങ്കേതിക വിദ്യ മൂലം സാധിക്കും. DRDO വികസിപ്പിച്ച സംവിധാനത്തിൽ തദ്ദേശീയ ഏവിയോണിക് സംവിധാനങ്ങളും ഉയർന്ന കൃത്യതയുള്ള സെൻസർ പാക്കേജുകളും കൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് റീ എൻട്രി വാഹനങ്ങൾ ആവശ്യമുള്ള കൃത്യതയിൽ ടാർഗറ്റ് പോയിന്റുകളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു. അഗ്നി പരമ്പരയിൽപ്പെട്ട അതായത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണ് അഗ്നി 5. അതുപോലെ തന്നെ 2024 നവംബറിലായിരുന്നു INS അരിഘട്ട് അന്തർവാഹിനിയിൽ നിന്ന് K4 ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്. ഈ മിസൈലിന് ഏകദേശം 3500 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ആണവ ട്രയാഡിനുള്ളിൽ ഇന്ത്യയുടെ രണ്ടാം സ്ട്രൈക്ക് ശേഷിക്ക് ഇത് നിർണായകമാണ്. ഇതിലെല്ലാം ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു നേട്ടമായിരുന്നു ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണം. മാക് 6 വേഗത കൈവരിച്ച ഇന്ത്യയുടെ തദ്ദേശീയമായ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യയുടെ ആദ്യ പരീക്ഷണം നടത്തി. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ ആഗോള തലത്തിൽ ഇന്ത്യ ഇത് സ്ഥാനപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു ഏറ്റെടുക്കലായിരുന്നു പ്രിഡേറ്റർ ഡ്രോൺ. ഏകദേശം 32,000 കോടി രൂപ വിലമതിക്കുന്ന 31 MQ-9B പ്രിഡേറ്റർ ഡ്രോണുകളുടെ സംഭരണത്തിനായി അമേരിക്കയുമായി ഒരു സുപ്രധാന കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചു. ഈ ഏറ്റെടുക്കലിൽ നാവികസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള 15 സീ ഗാർഡിയൻ ഡ്രോണുകളും കരസേനയ്ക്കും വ്യോമസേനയ്ക്കുമായി 16 സ്കൈ ഗാർഡിയൻ ഡ്രോണുകളുമായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ഈ ഡ്രോണുകൾ രഹസ്യാന്വേഷണ ശേഖരണത്തിനും കൃത്യമായ സ്ട്രൈക്കുകൾക്കും ഇന്ത്യയുടെ നിരീക്ഷണ ശേഷികൾ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 2024 ഒക്ടോബറിൽ ഗുജറാത്തിലെ വഡോദരയിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ക്യാമ്പസിൽ C-295 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് പ്രധാനമന്ത്രി മോദിയും സ്പാനിഷ് പ്രസിഡന്റ് പെട്രോ സാഞ്ചസും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വ്യോമസേനയുടെ പഴകിയ ആവ്രോ 748 വിമാനങ്ങൾക്ക് പകരമായി 5 മുതൽ 10 ടൺ ശേഷിയുള്ള ഒരു ഗതാഗത വിമാനമായി C-295 ഉപയോഗിക്കുന്നു. അടുത്ത ഇന്ത്യയുടെ നേട്ടമായിരുന്നു പ്രൊജക്ട് സൊരാവർ. അതായത് ലഡാക്കിൽ ചൈനയോടുള്ള ഇന്ത്യയുടെ പ്രതികരണമായി ജൂലൈയിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ലാർസൻ ആൻഡ് ടൂബ്രോയും ചേർന്ന് 2 വർഷത്തിനുള്ളിൽ ഒരു ലൈറ്റ് ടാങ്ക് വികസിപ്പിച്ചെടുത്തു. ലഡാക്കിൽ ചൈനയുടെ SQ-15 നേരിടാൻ ഉയർന്ന ഉയരത്തിലുള്ള ലൈറ്റ് ടാങ്കിന്റെ സാന്നിധ്യം ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ 2024 ഫെബ്രുവരിയിൽ ആയിരുന്നു വിജയകരമായ ഉയർന്ന ഉയരത്തിലുള്ള ഓപ്പറേഷൻ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രചന്ദ് പൂർണ്ണമായും ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ 2024 മാർച്ചിൽ MH-16 റോമിയോ ഹെലികോപ്റ്ററുകളുടെ ഒരു സ്ക്വാഡ്രൺ നാവിക എയർ സ്റ്റേഷനും INS ഗരുഡയിൽ കമ്മീഷൻ ചെയ്തു. കൊച്ചിയിലെ ക്രെഡിൽ ഓഫ് നേവൽ ഏവിയേഷൻ അതായത് നാവിക വ്യോമയാനത്തിന്റെ കളിത്തൊട്ടിലാണിത്. ഇന്ത്യൻ നേവൽ എയർ സ്ക്വാഡ്രൺ 334 അഥവാ INAS 334 എന്നത് നാവികസേനയുടെ ഏറ്റവും പുതിയ എയർ സ്ക്വാഡ്രൺ ആണ്.
MH-60R ആസ്ഥാനമാണിത്. ലോക്ഹീഡ് മാർട്ടിനും സിക്കോർസ്കിയും ചേർന്ന് നിർമ്മിച്ച MH-60R അമേരിക്കയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിന്റെ നാവിക വകഭേദമാണ്. നിലവിൽ ലോകത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായ അന്തർവാഹിനി വിരുദ്ധ ഹെലികോപ്റ്ററുകൾ ഒന്നാണിത്. അതുപോലെ തന്നെ 2024 മെയ് മാസത്തിലായിരുന്നു ഇന്ത്യ സുഖോയ് 30 MKI യുദ്ധ വിമാനത്തിൽ നിന്ന് ഒരു എയർ സർഫേസ് ആന്റി റേഡിയേഷൻ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് രുദ്രം 2 എന്ന ആന്റി റേഡിയേഷൻ സൂപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചത്. ശത്രുവിന്റെ ഗ്രൗണ്ട് റഡാറുകളെയും കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനുകളെയും സപ്പറേഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം മിസൈൽ. രുദ്രം 2 എന്ന് പറയുന്നത് പലതരത്തിലുള്ള ശത്രു സ്വത്തുക്കളെ നിർവീര്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. റഷ്യയുടെ KH-31 എന്ന ആന്റി റേഡിയേഷൻ മിസൈലാണ് നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിപ്പിക്കുന്നത്. രുദ്രം മിസൈലുകൾ KH-31കൾക്ക് പകരമായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനവും കയറ്റുമതിയും നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനവും കയറ്റുമതിയും റെക്കോർഡിലാണ് എത്തി നിൽക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം മുൻ വർഷത്തേക്കാൾ 16.7% വർദ്ധിച്ച് 1,26,887 കോടി രൂപയിൽ എത്തി നിന്നു. കയറ്റുമതിയാവട്ടെ 21,083 കോടി രൂപയായി ഉയർന്നു. അതുപോലെ തന്നെ സൈനിക ആസ്തികൾ നവീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധത പ്രതിഫലിപ്പിച്ചുകൊണ്ട് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സർക്കാർ പ്രതിരോധ മന്ത്രാലയത്തിന് ഏകദേശം 6.21 ലക്ഷം കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ ബജറ്റിൽ 1.72 ലക്ഷം കോടി രൂപയുടെ മൂലധന അടങ്കലാണ് ഉൾപ്പെട്ടിരുന്നത്. ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായ രീതിയിലുള്ള വർധനവായിരുന്നു. അതുപോലെ തന്നെ 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ 78% വർധനവ് രേഖപ്പെടുത്തി. ഇത് 6,915 കോടി രൂപയിൽ എത്തി നിന്നു. 2029 പ്രതിരോധ കയറ്റുമതിയിൽ 50,000 കോടി രൂപ കൈവരിക്കാനാണ് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആഗോള പ്രതിരോധ ഉൽപാദനത്തിൽ പ്രധാന പങ്കാളിയാകുക എന്നതിലാണ് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നായിരുന്നു ആർമിയുടെ പുതിയ എലൈറ്റ് ടെക് യൂണിറ്റ്. ഈ യൂണിറ്റ് ആയിരുന്നു STEAG, അതായത് ഇവാലുവേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ഗ്രൂപ്പ്. നൂതന സാങ്കേതിക വിദ്യകളിലൂടെ സൈനിക ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പ്രത്യേകതരം യൂണിറ്റ് ആയിരുന്നു ഇത്. ഈ പുതിയ എലൈറ്റ് ടെക് യൂണിറ്റിനെ കുറിച്ചുള്ള പ്രധാന വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 5G, 6G, മെഷീൻ ലേണിംഗ്, സൈനിക ആപ്ലിക്കേഷനുകൾക്കായുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നിവയുൾപ്പെടെ ഉയർന്നു വരുന്ന ആശയവിനിമയ സാങ്കേതിക വിദ്യകളെ ഗവേഷണം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ STEAG പ്രവർത്തിക്കുന്നത്. ഈ യൂണിറ്റിൽ ഏകദേശം 280 പേർ ഉൾപ്പെടുന്നുണ്ട്. ഡൽഹി ആസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് സൈനിക പ്രവർത്തനങ്ങളിൽ തടസ്സമില്ലാതെ സംയോജനം ഉറപ്പാക്കുന്നതിന് സമകാലിക സാങ്കേതിക വിദ്യകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പരിഹാരം, മൂല്യനിർണ്ണയം, മാനേജ്മെന്റ് എന്നിവയാണ് ഈ ഗ്രൂപ്പ് നടത്തുന്നത്. വിദേശ ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ആഭ്യന്തര ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള 346 നിർണായക ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ പോസിറ്റീവ് സ്വദേശിവൽക്കരണ പട്ടിക 2024 ജൂലൈയിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ ഏകദേശം 4,27,129 കോടിയിലധികം മൂല്യമുള്ള മൂലധനങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്കായി ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകിയിരുന്നു. 2024 എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് പരിവർത്തന വർഷമായിരുന്നു എന്ന് വേണം പറയാൻ. കൂടുതൽ സാശ്രയത്വവും പ്രവർത്തന സന്നദ്ധതയും കൈവരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിക്ഷേപങ്ങളാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യയുടെ ഈ മുന്നേറ്റങ്ങൾ ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്ന ഒരു മേഖലയിൽ അതിന്റെ തന്ത്രപരമായ സ്ഥാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഡ്രോണുകളും മിസൈൽ സംവിധാനങ്ങളും പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ സംയോജനം അയൽ രാജ്യങ്ങൾ ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സജീവ സമീപനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.